ഹായ് ഹലോ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറിയിലെ ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. യെസ്, ഇഡിയംസ്. ഇഡിയംസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഈഡിയവും അതിന്റെ അർത്ഥവും തമ്മിൽ ഒരു ബന്ധവും കാണില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏതാണ് ഇതിന്റെ മീനിങ് അല്ലെങ്കിൽ എന്താണ് ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കാം, ഈ ഇഡിയംസ് കുറച്ചുകൂടെ എങ്ങനെ രസകരമായിട്ട് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഇഡിയംസ് എങ്ങനെ രസകരമാക്കാം എന്ന് ചോദിച്ചാൽ നമ്മൾ എല്ലാവരും കാണുന്നതാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ സിനിമയുടെ ഡയലോഗ്സ്, സിനിമയുടെ ഓരോ സീനുകൾ നമുക്ക് എല്ലാവർക്കും മനഃപ്പാടമാണ്. അപ്പോൾ അതുപോലെ മനഃപ്പാടമാക്കാൻ വേണ്ടിയിട്ട് ഈ സിനിമയെ ആസ്പദമാക്കിയിട്ട് ഞാൻ കുറേ ഇഡിയംസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ പോവാണ്. ഈ ഇഡിയംസ് ഒക്കെ കഴിഞ്ഞ കൊല്ലങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളതും വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇഡിയം തന്നെ നോക്കാം. സി ഐ ടു ഐ. നമുക്ക് കാണാം, പുലിവാൽ കല്യാണം എന്ന് പറയുന്ന സിനിമയിലെ സലീം കുമാറിന്റെ ഒരു സീനാണ് അവിടെ എടുത്തേക്കുന്നതാ ഇത്. അപ്പൊ എന്താ സി ഐ ടു ഐ, അതായത് എഗ്രി ചെയ്യുക, ഒരു കാര്യം എഗ്രി ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സി ഐ ടു ഐ എന്ന് പറയുന്നത്. നമുക്ക് എഗ്രി ചെയ്യാലോ അല്ലേ, ഓക്കെ, സമ്മതമാണല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നത്. അതാണ് ഇവിടെ ടു എഗ്രി അല്ലെങ്കിൽ സി ഐ ടു ഐ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത നോക്കിയോടാ, ഷെഡ് ക്രോക്കഡൈൽ ടിയർ. നിന്റെ മുതലക്കണ്ണീരൊന്നും ഇവിടെ ഇറക്കണ്ട എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതെ, മുതലക്കണ്ണീർ. നീ കരയുന്നത് പ്രിറ്റൻഡ് ചെയ്യുകയാണ്, നീ എന്താ യഥാർത്ഥമായി അല്ലെങ്കിൽ ആത്മാർത്ഥമായി കരയുന്നില്ല, മറിച്ച് പ്രിറ്റൻഡ് ടു ക്രൈ. അതാണ് എന്ത് ഷെഡ് ക്രോക്കഡൈൽ ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, ടു പ്രിറ്റൻഡ് സോറോ ഇസ് ഷെഡ് ക്രോക്കഡൈൽ ടിയർ. അപ്പൊ അടുത്ത് നോക്കിയോടാ, പ്ലേ ദ ഫൂൾ. പ്ലേ ദ ഫൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൂട്ടുകാരോടായാലും നമ്മൾ ചോദിക്കാറുണ്ട്, എന്ത്, നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് നമ്മൾ കൂട്ടുകാരോടായാലും നമ്മൾ ചോദിക്കാറുണ്ട്. അത് തന്നെയാണിത്, എന്ത്, പ്ലേ ദ ഫൂൾ, അതായത് ബിഹേവ് സ്റ്റുപ്പിഡ്ലി. സ്റ്റുപ്പിഡായിട്ട് ബിഹേവ് ചെയ്യുന്നതിനെയാണ് എന്താ പ്ലേ ദ ഫൂൾ, ആർ യു പ്ലേയിങ് ഫൂൾ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, എ വുൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. അതും നമ്മൾ എന്താ ഒരുപാട് സിനിമകളിലും നമ്മളും ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ്, എന്ത്, ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് പറയുന്ന ആ ഒരു മലയാളം ഫ്രേസ്. അത് തന്നെയാണ് ഇവിടെയും എ വുൾഫ് ഇൻ എ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇമ്പോസ്റ്റർ, ഒരു കള്ളൻ, അതാണ് ഒരു നുണയൻ, അതൊക്കെയാണ് എന്ത് പറയുന്നത്, വുൾഫ് ഇൻ എ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തതാണെങ്കിലോ, ടേൺ ഓവർ എ ന്യൂ ലീഫ്. ടേൺ ഓവർ എ ന്യൂ ലീഫ്, ഒരു പുതിയ ഒരു ഇല, അത് മറിക്കുക, അത് ടേൺ ചെയ്യുകയാണ്. അതായത് നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു പുതിയൊരു കരിയറിലോട്ട് പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും കൂട്ടുകാരോ ആരെങ്കിലും ഒരു പുതിയ കരിയറിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, ടേൺ ഓവർ എ ന്യൂ ലീഫ് എന്നാ പറയുക. എന്താ പറയുക, ടേൺ ഓവർ എ ന്യൂ ലീഫ്. ആ ഒരു പുതിയൊരു ജേർണി, അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇഡിയംസ് എങ്ങനെ പഠിക്കണം എന്ന് ചോദിച്ചാൽ നമ്മൾ റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുമായി അല്ലെങ്കിൽ സംഭവങ്ങളുമായിട്ട് ഈ വാക്കിനെ റിലേറ്റ് ചെയ്യിപ്പിച്ച് നിങ്ങൾ തന്നെ ഓക്കെ ഇതിങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ ആ ഒരു ഇഡിയം നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. ഇവിടെ സിനിമ കൊണ്ട് പറഞ്ഞതുപോലെ നമ്മൾ യൂസ് ചെയ്തിരുന്ന വാക്കുകൾ, നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ വെച്ച് നമ്മളിപ്പോൾ കുറച്ച് ഇഡിയംസ് ഒക്കെ പഠിച്ചത് കണ്ടോ, അതുപോലെ ഇഡിയംസ് പഠിക്കാൻ നോക്കുക. അപ്പം നെക്സ്റ്റ് വന്ന് നോക്കിയോ, ഇവിടെ ഞാൻ 2 സിനിമകൾ എടുത്തിട്ടുണ്ട്, നോക്കിക്കോണേ. എ സ്റ്റോം ഇൻ ദ മഗ്. എ സ്റ്റോം ഇൻ ദ മഗ്. ഇവിടെ നോക്കിക്കോ, ഇവിടെ ഈ ഒരു ഡയലോഗ് എല്ലാവർക്കും അറിയുന്നതാണ്, ചത്ത് 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 എന്ന് പറയുന്ന ഡയലോഗാണത്. അതായത് ഇവിടെ സ്റ്റോം ഇൻ ദ മഗ് എന്ന് പറയുന്ന ഇഡിയം സൂചിപ്പിക്കുന്നത് ഒരു കുഞ്ഞു കാര്യത്തിന് അനാവശ്യമായി ടെൻഷൻ അടിക്കുന്ന ആരെങ്കിലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ കാണുമല്ലേ, അപ്പൊ അവരുടെ ആ ഒരു സ്വഭാവത്തെയാണ് പറയുന്നത് സ്റ്റോം ഇൻ ദ മഗ് എന്ന് പറയുന്നത്. അനാവശ്യ കാര്യത്തിൽ അയ്യോ പോയി അങ്ങനെ ടെൻഷൻ അടിക്കുന്നതിനെയാണ് സ്റ്റോം ഇൻ ദ മഗ് എന്ന് പറയുക. ആൻഡ് അടുത്ത നോക്കിയോ, സ്നേക്ക് ഇൻ ദ ഗാർഡൻ. സ്നേക്ക് ഇൻ ദ ഗാർഡൻ ഈ സിനിമയിൽ തന്നെ, അറബി ഒട്ടകം എന്ന് പറയുന്ന ഈ സിനിമയ്ക്കകത്ത് തന്നെ നമുക്ക് എടുക്കാം വേണമെങ്കിൽ. മോഹൻലാൽ ആ ഒരു ഓഫീസ് മൊത്തം അടിച്ച് പൊളിച്ചത് മോഹൻലാലാണ്. അപ്പോൾ മോഹൻലാലാണ് അയാളുടെ എനിമി എന്ന് പറയുന്നത്, ആ ഹിഡൻ എനിമി. ആ സ്നേക്ക് ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്ന ആ ഒരു ഓഫീസിലെ സ്നേക്ക്, ആ എനിമി ആരായിരുന്നു, ആ മോഹൻലാൽ തന്നെയായിരുന്നു. അതും ആ ഒരു സിനിമയെ ആസ്പദമാക്കി നമുക്ക് എടുക്കാം. സ്നേക്ക് ഇൻ ദ ഗാർഡൻ ഇസ് ആ ഹിഡൻ എനിമി. ഈ ഒരു സ്നേക്ക് ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്നത് ആക്ച്വലി വരുന്നത് ഒരു ബിബ്ലിക്കൽ റെഫറൻസിൽ നിന്നാണ്. അതായത് ഏദൻ തോട്ടത്തിലെ ആദം ആൻഡ് ഈവിനെ, ആ ഈവിനെ പറ്റിച്ച ആ ഒരു സ്നേക്ക്, ആ ഒരു എനിമി, അങ്ങനെ ഒരു ബിബ്ലിക്കൽ റെഫറൻസ് ആയിട്ടാണ് ഈ ഒരു സ്നേക്ക് ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്ന ഇഡിയം വരുന്നത്. ഓക്കെ, അപ്പൊ അടുത്തൊന്ന് നോക്കിയോ, മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയിൽ
പുള്ളിക്കാരൻ ഓടുന്ന സ്പീഡ് നമുക്കറിയാം. അതിനകത്ത് തന്നെ ട്രെയിലറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഓട്ടോയുടെ സൈഡിൽ കൂടെ പെട്ടെന്ന് ഇങ്ങനെ പോകും, ഇതെന്താ സുനാമിയാ എന്ന് നമ്മൾ ചോദിക്കുന്ന, പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം സംഭവിക്കുക. അതാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു കാര്യം സംഭവിക്കുന്നതിനെ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ഫിംഗർ ലിക്കിംഗ് ഗുഡ്. ഫിംഗർ ലിക്കിംഗ് ഗുഡ് നമുക്കറിയാം, KFCയുടെ എന്താ ടാഗ് ലൈൻ ആണ്. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനത്തിന്, ഒരു ടേസ്റ്റി ഫുഡിന് നമ്മൾ എന്താ പറയുക? ഫിംഗർ ലിക്കിംഗ് ഗുഡ് എന്ന് പറയാം. വെരി ടേസ്റ്റി മീൽ. ഓക്കെ, അടുത്തത് എ റെഡ് ലെറ്റർ ഡേ. എ റെഡ് ലെറ്റർ ഡേ നമ്മൾ സ്ഥിരം, നമ്മൾ ഒരു വർഷം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഒരു വസ്തുവിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണിത്, ഈ റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താ, കലണ്ടർ ആണ് ഓർമ്മ വരിക. പക്ഷെ ഇവിടെ കലണ്ടറിൽ നമുക്ക് അവധികളാണ് കാണിച്ചു തരാം. ആ അവധികൾ നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കാര്യം എന്താ, വീട്ടിൽ കിടന്ന് ഉറങ്ങാം. അപ്പോൾ എന്താ ആലോചിക്കേണ്ടേ? റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സിനെയാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ഇതും ഈ പണ്ട് കാലത്ത് കാലണ്ടറിൽ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ കാലണ്ടേഴ്സിലൊക്കെ സെയിൻറ്റ്മാരുടെയൊക്കെ എന്താ പറയുക ദിവസങ്ങൾ ആചരിക്കാനാണ് ഈ ഒരു പ്രോസസ്സ് വന്ന് തുടങ്ങിയത്. അപ്പോൾ അതിന് ആ ഒരു ഇമ്പോർട്ടൻസ്, ഒരു ഇമ്പോർട്ടൻ്റ് ഡേ, അതാണ് റെഡ് ലെറ്റർ ഡേ എന്ന് പറയുന്നത്. ലീവ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഡേ ഈസ് റെഡ് ലെറ്റർ ഡേ. അടുത്തത് ഫാൻ ദ ഫ്ലെയിം. ഫാൻ ദ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരാളിങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്, അയാൾക്ക് വീണ്ടും ഇങ്ങനെ ദേഷ്യം കൂട്ടുന്ന രീതിയിൽ ചെയ്യുന്നതിനെയാണ് ഫാൻ ദ ഫ്ലെയിം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ ഈ അടുപ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഈ വിറകൊക്കെ വെച്ച് കത്തിക്കുന്ന അടുപ്പിൽ ഈ അമ്മമാർ ഈ കുഴൽ വെച്ച് ഊതുന്ന കാണാം, ആ തീനെ വീണ്ടും ആളി കത്തിക്കാൻ. അങ്ങനെ ആലോചിക്കുക, ഫാൻ ദ ഫ്ലെയിം, ആ ഒരു കാറ്റ് കൊടുക്കുകയാണ്, അപ്പോൾ ആ തീ വീണ്ടും ആളിക്കത്തും. ആ ഒരു തീന് ഇവിടെ ആങ്കർ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ആ ഒരു ദേഷ്യം വീണ്ടും വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നതിനെ എന്താ പറയുക? ഫാൻ ദ ഫ്ലെയിം എന്നാ പറയുക. നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഫാൻ ദ ഫ്ലെയിം. ഓക്കെ, അടുത്തത് നോക്കിയോ, കാർപെ ഡിയം. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കൂ, കാർപെ ഡിയം. കാർപെ ഡിയം എന്ന് പറയുന്നത് എൻജോയ് ദ പ്രസന്റ്, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ആ ഒരു പ്രസന്റ്, ആ ഒരു മൊമെന്റിനെ എൻജോയ് ചെയ്യുക. അതാണ് കാർപെ ഡിയം എന്ന് പറയുന്ന വാക്ക് ഡിനോട്ട് ചെയ്യുന്നത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. ഇത് വളരെ നല്ലൊരു സിനിമയാണ്, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഡെഡ് പോയറ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ കാണുമ്പോൾ ഓക്കെ, ഈ ഒരു ടീച്ചറിനെ പോലെ ഒരു ടീച്ചർ എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും. അപ്പോൾ പുള്ളി ഈ സ്റ്റുഡൻസിനോട് പറയുന്നതാണ് കാർപെ ഡിയം. കാർപെ ഡിയം എന്ന് പറയുന്നത് എന്താ നോക്കിയോ, കാർപെ ഡിയം, സീസ് ദ ഡേ ബോയ്സ്, മേക്ക് യുവർ ലൈഫ്സ് എക്സ്ട്രാ ഓർഡിനറി. നമ്മുടെ ലൈഫ്സിനെ എക്സ്ട്രാ ഓർഡിനറി ആക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ആ ഒരു ദിവസം, അന്നത്തെ ആ ഒരു നിമിഷം എൻജോയ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് നെയിംഡ് കാർപെ ഡിയം. ഓക്കെ, അപ്പോൾ കാർപെ ഡിയം എന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷത്തെ എൻജോയ് ചെയ്യുക. എല്ലാവരും എല്ലാ ഒരു നിമിഷവും എൻജോയ് ചെയ്തിരിക്കണം, ടു മേക്ക് അവർ ലൈഫ്സ് എക്സ്ട്രാ ഓർഡിനറി. അതാണ് കാർപെ ഡിയം. ആൻഡ് ഇൻ കോൾഡ് ബ്ലഡ്, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് CID മൂസ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇൻ കോൾഡ് ബ്ലഡ് നമ്മുടെ ഈ സലിം കുമാർ എന്ന് പറയുന്ന അവരിങ്ങനെ പറയുന്നുണ്ട്, അവർ വലിയൊരു ക്രിമിനലാണ്, അവൻ കോൾഡ് ബ്ലഡഡ് ക്രിമിനലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, ആ ഒരു ക്രൂവലായിട്ടുള്ള ഇമോഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ക്രിമിനൽ, ഒരു വ്യക്തിയെയാണ് നമ്മൾ ഇൻ കോൾഡ് ബ്ലഡ് അല്ലെങ്കിൽ കോൾഡ് ബ്ലഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ സലിം കുമാർ എന്തായിരുന്നു? കോൾഡ് ബ്ലഡ് ക്രിമിനൽ ആയിരുന്നു. ഓക്കെ, അവൻ സൈക്കോ ആണെന്നൊന്നും ആർക്കും അറിയില്ലായിരുന്നല്ലോ ആദ്യം, പിന്നീടല്ലേ മനസ്സിലാവുന്നത്. ആൻഡ് ഹോപ്സ് ആൻഡ് ചോയ്സ്. ഹോപ്സ് ആൻഡ് ചോയ്സ് ഇതേ സിനിമയിൽ തന്നെ നമ്മുടെ ദിലീപ് എന്ത് ചോദിക്കുന്നുണ്ട്? തോക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയാം, ആ തോക്ക് തരാം, പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല? വെടിവെക്കാൻ പാടില്ല. പിന്നെ എന്തിനാ തോക്ക് എന്ന് ചോദിക്കുന്ന പോലെ ഈ ഹോപ്സ് ആൻഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോയ്സസ് കാണും, അല്ലെങ്കിൽ 2-3 ചോയ്സസ് കാണും, പക്ഷെ ഏതെങ്കിലും ഒന്ന് മാത്രമേ നമ്മൾ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ ഇത്ര ചോയ്സ്? അതാണ് ഇവിടെ ഹോപ്സ് ആൻഡ് ചോയ്സ്. എനിക്ക് ആ പടം കിട്ടിയില്ല, അതുകൊണ്ടാണ് വെക്കാൻ പറ്റാത്തത്. അപ്പോൾ ഹോപ്സ് ആൻഡ് ചോയ്സ് എന്ന് പറയുന്നത് ആ ഒരു താലോചിക്കുക, തോക്ക് തരാം പക്ഷെ വെടി വെക്കാൻ പറ്റില്ല, ആ ചോയ്സ് ഞാൻ തരുന്നുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റില്ല. അതാണ് ഹോപ്സ് ആൻഡ് ചോയ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഗോ ലൈക്ക് എ ബോംബ്. ഗോ ലൈക്ക് എ ബോംബിൽ ടു മൂവ് ഫാസ്റ്റ്ലി. ഇവിടെ നോക്കിയോ, നമ്മുടെ നടി എന്താ ചെയ്യുന്നത്? ആ ഒരു ബോംബ്, ഫ്ലാറ്റിൽ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേനും എല്ലാ സാധനങ്ങളും വളരെ സ്പീഡിൽ എടുത്തെടുത്ത് നോക്കുകയാണ്. ഫ്രിഡ്ജ് എടുക്കുന്നുണ്ട്, ഫ്രിഡ്ജല്ലല്ലോ, മിക്സി എടുക്കുന്നുണ്ട്, TV എടുക്കുന്നുണ്ട്, എല്ലാം എടുക്കുന്നുണ്ട്, പക്ഷെ കുട്ടികൾ മാത്രം എടുക്കുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റ്, അതാണ് ഗോ ലൈക്ക് എ ബോംബ് എന്ന് പറയുന്നത്. ആ ഒരു ഫാസ്റ്റ് മൂവ്മെൻറ്റിനെയാണ് ഗോ ലൈക്ക് എ ബോംബ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3 ഇഡിയംസ് നമ്മൾ ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ പഠിച്ചു അല്ലേ? എന്ത്?
അടുത്തത് ഇൻ കോൾഡ് ബ്ലഡ്, ഹോപ്സ് ആൻഡ് ചോയ്സ് ആൻഡ് ഗോ ലൈക്ക് എ ബോംബ് എന്ന് പറയുന്ന ഇഡിയം. നെക്സ്റ്റ് വൺ നോക്കിക്കോ, ആൻ ആപ്പിൾ ഇൻ വൺസ് ഐ. ആൻ ആപ്പിൾ ഇൻ വൺസ് ഐ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള, ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ ആൻ ആപ്പിൾ ഇൻ വൺസ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ, നമ്മുടെ സിബ്ലിംഗ് ആവട്ടെ, അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, ആരായാലും അവരെന്താ നമ്മുടെ ആൻ ആപ്പിൾ ഓഫ് ഐ എന്നാണ് പറയുന്നത്. അടുത്തത് ആപ്പിൾ പൈ ഓർഡർ. ഞാനിവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു ആപ്പിൾ പൈ എന്ന് പറയുന്നത്. ആ ഒരു ആപ്പിൾ പൈ വളരെ ഓർഡർലി ആണ് ചെയ്തേക്കുന്നത്. അതിൽ ഓരോ സെഗ്മെൻറ്റ്സും ഓരോ കർവ്സും ഓരോ മടക്കും ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ ആപ്പിൾ പൈ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ പൈ ഓർഡർ, ആ ആപ്പിൾ പൈ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഒരു പെർഫെക്റ്റ്നെസ്, അതാണ് അവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ ആപ്പിൾ പൈ ഓർഡർ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഓർഡർ എന്നാണ് അർത്ഥം. അടുത്ത നോക്കിയോ, ഡച്ച് കറേജ്. ഡച്ച് കറേജ് എന്ന് പറയുന്ന ആക്ച്വലി നമുക്ക് ഒരു ഫോൾസ് കറേജ് എന്ന് പറയാം. അതായത് മെയിൻലി ഈ കുടിച്ചു കഴിയുമ്പോൾ, വൈൻ അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിച്ചു കഴിയുമ്പോൾ ചില ആൾക്കാർക്ക് എവിടെ നിന്നില്ലാതെ ധൈര്യം വരാറുണ്ട്. ആ ഒരു ധൈര്യം, എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു ധൈര്യത്തെ ആണ് നമ്മൾ ഡച്ച് കറേജ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഡച്ച് കറേജ്. ഓക്കെ, ഇത് മെയിൻലി ആൽക്കഹോളിന് ശേഷം അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിച്ചതിന് ശേഷം വരുന്ന ആ ഒരു ധൈര്യത്തെയാണെന്ത് ഡച്ച് കറേജ് അല്ലെങ്കിൽ ഫോൾസ് കറേജ് എന്ന് പറയാം. അടുത്ത നോക്കിയോ, ക്വിക്സോട്ടിക്. ക്വിക്സോട്ടിക്, വീണ്ടും പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിക്കുക. ക്വിക്സോട്ടിക് അതായത് ഫൂളിഷ്. പണ്ടൊരു നോവൽ എഴുതിയിട്ടുണ്ടായിരുന്നു, സെർവാന്തെ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റ് ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്ന ഒരു നോവൽ എഴുതി. ആ നോവലിലെ കഥാപാത്രമാണ് ഡോൺ ക്വിക്സോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു നൈറ്റ് ആയിരുന്നു. കിങ്ങിൻ്റെ ആ മറ്റേ പടച്ചൊട്ടയൊക്കെ ഇട്ട് കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വരുന്ന നൈറ്റ് ഇല്ലേ, ബ്ലാക്ക് കളർ സ്യൂട്ടൊക്കെ ഇട്ട് ആർമറൊക്കെ ഇട്ട്, അങ്ങനെ ഒരു നൈറ്റ് ആയിരുന്നു. പക്ഷെ അയാൾ ഫൂളിഷ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ക്വിക്സോട്ട് എന്ന് പറയുന്ന വാക്ക് ഫൂളിഷ്, ആ ഒരു മണ്ടത്തരം, അതിനെയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ ഹീ ഈസ് ഡൂയിങ് ക്വിക്സോട്ടിക് തിങ്സ്, അവൻ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ആ ഒരു ഇഡിയം യൂസ് ചെയ്ത് സെന്റൻസ് ഒക്കെ പറയാം. അടുത്ത നോക്കിയോ, ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ. ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ എന്ന് പറയുന്നത് വളരെ കവേർഡ് ആയിട്ടുള്ള, വളരെ പേടിയുള്ള ഒരാളെയാണ് നമ്മൾ ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഈ ചിക്കൻ, ഈ കോഴിയാണെങ്കിൽ നമ്മൾ എങ്ങാനും, ഈ കോഴി വളർത്തുന്ന വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം, എങ്ങാനും നമ്മൾ പുറകെ പോയി ഒരു കുഞ്ഞ് സൗണ്ട് ഉണ്ടാക്കി അപ്പോൾ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ഓടും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പേടി, ആ ഒരു കവേർഡ്നെസ്സിനെ ആലോചിക്കുക. അതാണ് ഈ ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ എന്ന് പറയുന്നത്. എപ്പോഴും പേടിച്ചിരിക്കുക. അടുത്തത് ആൽഫ ആൻഡ് ഒമേഗ. ഇവിടെ നമ്മുടെ ഈ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ, ആ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ പൃഥ്വിരാജ് ഇട്ടിരുന്ന ഒരു ക്യാപ്ഷൻ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമല്ലോ. അത് ഭയങ്കരമായിട്ടും ഒരു ഇതായിരുന്നു. ഏത് സമയത്തായിരുന്നു ആ ഒരു ട്രെയിലർ റിലീസാവുക? 1/8 ആ ഒരു ട്രെയിലർ റിലീസാവും എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും ആലോചിച്ച് ഈ 1/8 എന്താ? അങ്ങനെ അവരെന്തോ ചെയ്യാൻ തുടങ്ങി, ഈ 1/8 തപ്പിപ്പോകാൻ തുടങ്ങി. ബൈബിൾ എടുത്തു, എക്സോഡസ് എന്ന് പറയുന്ന ബുക്ക് എടുത്തു. അതിൽ നോക്കിയപ്പോഴാണ് ആ ഒരു വാക്ക് കണ്ടത്, ആൽഫ ആൻഡ് ഒമേഗ. എന്ത് കണ്ടത്? ആൽഫ ആൻഡ് ഒമേഗ, ആദ്യവും അന്തവും, ബിഗിനിങ് ആൻഡ് എൻഡ് എന്ന് പറയുന്ന വാക്ക്. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു ഇൻസിഡൻറ്റ് ആലോചിക്കുക. വാട്ട് ഇസ് ആൽഫ ആൻഡ് ഒമേഗ? ഓക്കെ, നമ്മുടെ എമ്പുരാനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ആൽഫ, ബിഗിനിങ്, ഒമേഗ എൻഡ്. അപ്പോൾ ബിഗിനിങ് ആൻഡ് എൻഡ് ആണ് ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അടുത്തത് നോക്കിയോ, സോൾട്ട് ഇൻ ദി എർത്ത്. സോൾട്ട് ഇൻ ദി എർത്ത് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇടയിൽ കാണും വളരെ നല്ലൊരു വ്യക്തികൾ. ഓക്കെ, നമ്മൾ ആലോചിക്കും എന്തൊരു നല്ലൊരു വ്യക്തിയാണത്, അയാളെ കണ്ടു പഠിക്കണം, അങ്ങനെയൊക്കെ തോന്നുന്ന വളരെയധികം ഹ്യൂമനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോൾട്ട് ഇൻ ദി എർത്ത് എന്ന് പറയുന്നത്. ഭൂമിയിലെ ഉപ്പ്, അതായത് വളരെ നല്ല മനുഷ്യരെയാണ് നമ്മൾ സോൾട്ട് ഇൻ ദി എർത്ത് എന്ന് പറയുക. അടുത്ത നോക്കിയോ, ബീ ഇൻ വൺസ് ബോണറ്റ്. നമുക്കറിയാം ബീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് നമുക്കല്ലേ. നമ്മുടെ വീട്ടിലെങ്ങാനും വണ്ട് കയറുമ്പോൾ അതിനെ അടിക്കാൻ ഓടിക്കും നമ്മൾ. അപ്പോൾ എന്താ, ആ ഒരു ബസ്സിങ് സൗണ്ട് നമുക്കൊരു ഇറിറ്റേഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇറിറ്റേഷൻ തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. എന്താ, ഇറിറ്റേറ്റിംഗ് പ്രോബ്ലം. ഒരു ഇറിറ്റേറ്റിംഗ് പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ബി ഇൻ വൺസ് ബോണറ്റ് എന്ന് പറയുക. ബി ഇൻ വൺസ് ബോണറ്റ്. നെക്സ്റ്റ് വൺ, ഫീൽ ബ്ലൂ. അതെപ്പോഴും ചോദിക്കുന്ന ഈ ഫീൽ ബ്ലൂ എന്ന് പറയുന്നത്, ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ സാഡ് ആയിട്ടിരിക്കുക. ഈ ആനിമേഷൻ മൂവീസൊക്കെ കാണുന്നവർക്ക് ഈ ക്യാരക്ടർ ആരാന്ന് അറിയായിരിക്കും. അത് ഇൻസൈഡ് ഔട്ട് എന്ന് പറയുന്ന ഒരു മൂവിയുണ്ട്, ആനിമേഷൻ മൂവിയുണ്ട്.
അതിനകത്തൊരു പെൺകുട്ടിയുടെ തലയ്ക്കകത്തുള്ള ഇമോഷൻസ് ആണ്. ഹാപ്പി ഉണ്ട്, ജോയ് ആൻഡ് സാഡ്നെസ് ഉണ്ട്. അതാണ് ഈ ബ്ലൂ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഡ്നെസ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ യൂസ് ബ്ലൂ കളർ അല്ലേ. അപ്പോൾ ആ ഒരു ബ്ലൂ എന്ന് പറയുന്ന ഫീലിംഗ് ബ്ലൂ എന്ന് പറയുന്നത് എപ്പോഴും സാഡ് ആയിട്ടിരിക്കുക. അതാണ് ടു ഫീൽ ബ്ലൂ. ഹി ഈസ് ഫീലിംഗ് സോ ബ്ലൂ, ഹി ഈസ് വെരി സാഡ്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് വീണ്ടും ഒരു ബ്ലൂ നോക്കുകയാണ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ. അതായത് വല്ലപ്പോഴും ഇടയ്ക്ക് വന്നാലായി, അങ്ങനെ ഒരു ഇതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ. സെൽഡം അല്ലെങ്കിൽ റെയർ എന്ന് പറയുന്നത്. അവൻ നാട്ടിൽ വല്ലപ്പോഴും പോവുള്ളൂ, പോയാ പോയി, അങ്ങനെ പറയുന്നതാണ് വൺസ് ഇൻ എ ബ്ലൂ മൂൺ അല്ലെങ്കിൽ സെൽഡം ഓർ വെരി റെയർ. അതാണ് അതിൻ്റെ മീനിങ്. നെക്സ്റ്റ് വൺ, ഔട്ട് ഓഫ് ദ ബ്ലൂ. ഔട്ട് ഓഫ് ദ ബ്ലൂ. അപ്പം ഞാൻ നേരത്തെ ഒരു ബ്ലൂവിൻ്റെ പറഞ്ഞു, മിന്നൽ മുരളിയുടെ റെഫറൻസിൽ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഔട്ട് ഓഫ് ദ ബ്ലൂം എന്താണ്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം വരുന്നതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? ഔട്ട് ഓഫ് ദ ബ്ലൂ എന്ന് പറയുക. നെക്സ്റ്റ് വൺ, ടു ക്രൈ ഫോർ ദ മൂൺ. ടു ക്രൈ ഫോർ ദ മൂൺ. അതായത് എന്താ, കിട്ടാത്ത കാര്യത്തിന് വേണ്ടിയിട്ട്, നമുക്ക് കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് കിടന്ന് ബഹളം വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ടു ക്രൈ ഫോർ ദി മൂൺ. എന്താ ഈ ലവേഴ്സ് ഒക്കെ പറയും, ഞാൻ നിനക്ക് അമ്പിളി അമ്മാവനെ പിടിച്ചുകൊണ്ട് തരും, അതായത് അത്രയും ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ഞാൻ ചെയ്യും നിനക്ക് വേണ്ടി, അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു ഇമ്പോസിബിൾ തിങ്, അതാണ് ടു ക്രൈ ഫോർ ദി മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കിയോ, മെയ്ഡൻ സ്പീച്ച്. മെയ്ഡൻ സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇവിടെ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് എന്ന് പറയുന്ന ഈ ഒരു മൂവിയിലെ ഈ പെർട്ടിക്കുലർ സീനാണ് എടുത്തേക്കുന്നത്. ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇത് പ്രാഞ്ചിയേട്ടൻ്റെ ആദ്യത്തെ സ്പീച്ചാണ്. ആൻഡ് അവിടെ പോയിട്ട് ഫുള്ള് തെറ്റിച്ച് പറയുകയും ചെയ്യും. അപ്പോൾ ഒരു വ്യക്തി ആദ്യമായി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ആദ്യമായി പറയാൻ പോകുന്ന ഒരു സ്പീച്ചിനെയാണ് നമ്മൾ എന്ത് പറയുക? മെയ്ഡൻ സ്പീച്ച് എന്ന് പറയാം. എന്ത് പറയാ? മെയ്ഡൻ സ്പീച്ച്. ഓക്കെ, അടുത്തത് കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി നമ്മൾ കൂട്ടുകാരോട് പറയും, നിന്റെ പുളുക്കഥയൊന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു പുളുക്കഥ, ആ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് നമ്മൾ എന്ത് പറയുക? കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി എന്ന് പറയുക. കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. അടുത്തത് ടു ഷോ ദ വൈറ്റ് ഫെദർ. ടു ഷോ ദ വൈറ്റ് ഫെദർ. അതായത് പേടി കാണിക്കുക, ഒരു ഫിയർ കാണിക്കുക. ഈ ടോം ആൻഡ് ജെറി കാർട്ടൂണൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും, ഈ ടോമിന് പേടിയാവുന്ന സമയത്ത് ഫുള്ള് വൈറ്റ് കളറായിട്ട് പോകുന്ന സീനൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതുപോലെ പേടി വരുമ്പോൾ ആ ഒരു ഫിയറിനെയാണ് എന്താ? ടു ഷോ ദ വൈറ്റ് ഫെദർ എന്ന് പറയുക. ആൻഡ് എ ബിഗ് ബഗ്, അതാണ് അടുത്ത ഇഡിയം. എ ബിഗ് ബഗ്. നമുക്കറിയാം ബഗ് എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ഈ വണ്ട് പോലെയുള്ള ഇൻസെക്റ്റ്, അതാണ് നമ്മൾ ബഗ് എന്ന് ഇതുവരെ കേട്ടിട്ടുള്ളത്. പക്ഷേ ആ ബിഗ് ബഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്ലാങ് ആണ്. ഈ കൊച്ചിക്കരട മച്ചാൻ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ലാങ് ആണ് ഇംഗ്ലീഷിലെ ആ ബിഗ് ബഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള, വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആ ബിഗ് ബഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരാണോ ഇത്ര ഇമ്പോർട്ടൻ്റ്, അയാളെ പോയിട്ട് യു ആർ മൈ ബിഗ് ബഗ് എന്ന് പറയാൻ മറക്കരുത്. ഓക്കെ, അടുത്തത് കൗച്ച് പൊട്ടേറ്റോ. കൗച്ച് പൊട്ടേറ്റോ അത് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എന്താ, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കൗച്ചിൽ അല്ലെങ്കിൽ ചെയറിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുക, റീൽസ് ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ഇരിക്കുക, പഠിക്കാണ്ടിരിക്കുക, അങ്ങനെ ഇരിക്കുന്ന ഒരാളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൗച്ച് പൊട്ടേറ്റോ എന്ന് വിളിക്കുക. ആൻഡ് വിളിക്കാൻ നല്ല രസമായിരിക്കും, പക്ഷെ കാണാൻ അത്ര രസമൊന്നുമില്ല, കാര്യമല്ല. അപ്പോൾ someone watch too much television, അയാളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൗച്ച് പൊട്ടേറ്റോ എന്ന് വിളിക്കുക. അടുത്ത നോക്കിക്കോടാ, ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ഒരു കാൻഡിലിൻ്റെ രണ്ട് വശവും നമ്മൾ കത്തിക്കുക, അതിനെയാണ് ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്ന ഒരു ലിറ്ററൽ മീനിങ്. പക്ഷേ അതിൻ്റെ ആക്ച്വൽ മീനിങ്, ആ ഇഡിയമിൻ്റെ ആക്ച്വൽ മീനിങ് എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു കാര്യം ചെയ്യുന്നു, പക്ഷെ അത് വേസ്റ്റ് ആയി പോകുന്നതിനെയാണ്. എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് വേസ്റ്റ്ഫുൾ ആയി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുക. ഒരാവശ്യമില്ല, അത് വേസ്റ്റ് ആയിപ്പോയി. അടുത്തത് സ്മെൽ എ റാറ്റ്. സ്മെൽ എ റാറ്റ്. നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ എലി ചത്ത് കിടക്കുന്നതും അങ്ങനെയൊക്കെ ചത്ത് കിടക്കുന്നതിൻ്റെ സ്മെല്ല് വരുമ്പോൾ നമുക്കറിയാം എന്തോ ചത്ത് കിടപ്പുണ്ടെന്ന് നമ്മളിങ്ങനെ സസ്പെക്റ്റ് ചെയ്യും അല്ലേ. അപ്പം ആ ഒരു സംതിങ് ഇസ് റോങ് എന്ന് സസ്പെക്റ്റ് ചെയ്യുന്നതിനെയാണ് എന്ത്? സ്മെൽ എ റാറ്റ് എന്ന് പറയുക. ദ പോലീസ് ഓഫീസർ സ്മെൽഡ് റാറ്റ് ഇൻ ദ ക്രൈം സീൻ. ആ ക്രൈം സീനിൽ പോലീസ് ഓഫീസറിനെ ഇങ്ങനെ സസ്പെക്റ്റ് ചെയ്തു, എന്തോ റോങ് ആണ് എന്ന് സസ്പെക്റ്റ് ചെയ്തു. അതാണ് ടു സ്മെൽ എ റാറ്റ്. നെക്സ്റ്റ് വൺ, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്.
ആ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ 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 പറയുന്ന, അങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന, അങ്ങനെ പറയുന്നതിനെയാണ് ഇതുപോലെ ഒരു കാര്യത്തെ അതല്ലെങ്കിൽ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞെത്തിക്കാൻ പറ്റാത്തതിനെയാണ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിൽ എത്തുന്നില്ല, നെവർ കംസ് ടു ദ പോയിന്റ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇങ്ങനെ അത് അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ അങ്ങനെ തപ്പിക്കളിക്കുന്നതിനെയാണ് എന്ത് പറയാ, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കിക്കോ, ടേൺഡ് എ ഡെഫ് ഇയർ. ഈ സിനിമയിലൊരു ഫേമസ് ഡയലോഗാണ്, നമ്മൾ എല്ലാവരും റീലിലൊക്കെ നമ്മൾ റീൽ ചെയ്യുന്നവരൊക്കെ ചെയ്തിട്ടുണ്ടാവും, കേൾക്കാത്ത പോലെ ഇരിക്കാം, പോകുമായിരിക്കും എന്നൊക്കെ ചിന്തിക്കില്ലേ. ആ ഒരു സെയിം സംഭവം തന്നെയാണ് ടേൺഡ് എ ഡെഫ് ഇയർ എന്ന് പറയുന്നത്. അത് കേൾക്കാത്ത പോലെ ഇരിക്കുക, ടു റെഫ്യൂസ് ടു ലിസൺ. കേൾക്കാത്ത പോലെ ഇരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുക, ടേൺഡ് എ ഡെഫ് ഇയർ എന്ന് വിളിക്കാം. നെക്സ്റ്റ് വൺ, ക്ലൗഡഡ് ബ്രോ. ക്ലൗഡഡ് ബ്രോ എന്ന് പറയുന്നത് ഇങ്ങനെ, ബ്രോ എന്ന് ഉദ്ദേശിക്കുന്ന ഐബ്രോസിനെയാണ്. അതായത് ഒരു കാര്യം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, നമ്മുടെ ഐബ്രോസ് ഇങ്ങനെ വെച്ചേക്കുക, ഇങ്ങനെ വെച്ചിരുന്ന് ഇങ്ങനെ ചിന്തിക്കുന്നതിനെയാണ് എന്താ, ആ ഒരു വറി ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്ലൗഡഡ് ബ്രോ എന്ന് പറയുന്നത്. ഫേസ് ഷോയിങ് വറി, ഇറ്റ് ഈസ് ക്ലൗഡഡ് ബ്രോ. അടുത്തത് ലുക്ക് സ്മോൾ. ലുക്ക് സ്മോൾ എന്ന് പറഞ്ഞ ഇങ്ങനെ ടു ഫീൽ അഷെയിംഡ്, അയ്യോ അങ്ങനെ പറ്റിപ്പോയല്ലോ, അങ്ങനെ ഒരു നാണക്കേട്, അതാണ് അവിടെ എന്താ പറയുക, ലുക്ക് സ്മോൾ എന്ന് പറയുക. അപ്പോൾ ബാക്കിയുള്ളവരിങ്ങനെ കളിയാക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ അയ്യോ വേണ്ടായിരുന്നു എന്നുള്ള ഒരു നാണക്കേട് വരില്ലേ, ആ ഒരു നാണക്കേടിനെയാണ് നമ്മൾ ലുക്ക് സ്മോൾ എന്ന് പറയുക. അറ്റ് ക്ലൗഡ് 9. അറ്റ് ക്ലൗഡ് 9, അതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അറ്റ് ക്ലൗഡ് 9 അതായത് നമ്മുടെ എക്സ്ട്രീം ഹാപ്പിനെസ്, ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു നിമിഷത്തെയാണ് അറ്റ് ക്ലൗഡ് 9. നമ്മൾ അത്രയും പൊക്കത്ത് ചെന്നിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു ഹാപ്പിനെസ്സിൽ, അപ്പം അതാണ് അറ്റ് ക്ലൗഡ് 9. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻ ആം ആൻഡ് എ ലെഗ്. ആൻ ആം ആൻഡ് എ ലെഗ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തമാശയ്ക്ക് പറയാറുണ്ട്, ഇപ്പോൾ ഐഫോണൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് എനിക്ക് കിഡ്നി തരും എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്കറിയാം കിഡ്നിക്ക് ഒരുപാട് വിലയുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ബോഡി പാർട്സിനും. അപ്പോൾ എന്താ, വെരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക, ആൻ ആം ആൻഡ് എ ലെഗ്. ഐ ബ്രോട്ട് ദാറ്റ് തിങ് വിത്ത് ആൻ ആം ആൻഡ് എ ലെഗ്. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുക, ആൻ ആം ആൻഡ് എ ലെഗ് എന്ന് പറയാം. അടുത്തത് ഡെഡ് ഓൺ മൈ ഫീറ്റ്. ഡെഡ് ഓൺ മൈ ഫീറ്റ് എന്ന് പറയുന്ന അത്രയും ടയേർഡായിട്ട്, ഇപ്പോൾ ടീച്ചർമാരാണെങ്കിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ നിന്ന് പഠിപ്പിക്കുകയല്ലേ, അപ്പോൾ അവർക്ക് എന്താണ് ഭയങ്കര ടയേർഡായിരിക്കും. ആ ഒരു ടയേർഡ്നെസ്സിനെയാണ് നമ്മൾ പറയുന്നത് എന്താ, ഡെഡ് ഓൺ മൈ ഫീറ്റ് അല്ലെങ്കിൽ ഡെഡ് ഓൺ വൺസ് ഫീറ്റ് എന്ന് പറയാം. ആൻഡ് അതുപോലെ ഡെഡ് ഫ്രം ദ നെക്ക് അപ്പ്. ഡെഡ് ഫ്രം ദ നെക്ക് അപ്പ്. ഡെഡ് ഫ്രം ദ നെക്ക് അപ്പ് എന്ന് പറയുന്നത് നമുക്ക് തലയുടെ മേളിൽ നമുക്കറിയാം, നമ്മുടെ എന്താണ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു മെയിൻ പാർട്ടുണ്ട്. അപ്പോൾ മേളോട്ട് ശക്തിയിരിക്കുകയാണെങ്കിൽ ബുദ്ധിയില്ല അല്ലെങ്കിൽ സ്റ്റുപ്പിഡ് എന്നാണ് അർത്ഥം. ഡെഡ് ഫ്രം ദ നെക്ക് അപ്പ് എന്ന് പറയുന്നത് സ്റ്റുപ്പിഡ് ആണ് അവൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡെഡ് ആസ് എ ഡോർ നെയിൽ. ഡെഡ് ആസ് എ ഡോർ നെയിൽ എന്ന് പറയുന്നത് ഡോറിൽ നെയിൽ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ഡോർ നെയിൽ പോലെ ഡെഡ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചിരിക്കുക, ക്വൈറ്റ് ഡെഡ്, അത്രയും മരിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഡെഡ് ആസ് എ ഡോർ നെയിൽ എന്ന് പറയാം. അപ്പോൾ അടുത്ത് നോക്കിക്കോ, ഇവിടെ ഞാനൊരു മൂവി എടുത്തിട്ടുണ്ട്, ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു പഴയൊരു മൂവിയാണിത്. അപ്പോൾ ഇതിനകത്ത് ടു ഹിറ്റ് എ നെയിൽ ഓൺ ദ ഹെഡ്. ടു ഹിറ്റ് എ നെയിൽ ഓൺ ദ ഹെഡ്, അതാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ മറ്റേ ചുറ്റിയൽ വന്ന് തലയിൽ വീഴുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ ഒരു സീന് നിങ്ങൾക്ക് ആലോചിക്കാം, ടു ഹിറ്റ് എ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറയുന്നതിനകത്ത്, അതായത് ടു ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഇസ് കോസിങ് എ സിറ്റുവേഷൻ ഓർ പ്രോബ്ലം. ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം എന്താണ് എന്ന എക്സാക്ട്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടു ഹിറ്റ് എ നെയിൽ ഓൺ ദി ഹെഡ് എന്ന് പറയുക. ആൻഡ് അടുത്ത നോക്കിക്കോ, pulled a long face. Pulled a long face, അതാണിത്, ഷോയിങ് ഡിസ്പ്ലഷർ. ഒരു കാര്യത്തോട് എന്താ ഇഷ്ടമില്ലായ്മ കാണിക്കുന്നതാണ് പുൾഡ് എ ലോങ് ഫേസ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി ദേഷ്യമാണ്, പക്ഷെ എന്നിരുന്നാലും അയാൾക്ക് പറ്റിപ്പോയ കാര്യത്തിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു ഡിസ്പ്ലഷർ കാണിക്കുന്നുണ്ട് ആ ഒരു ഫേസ്. അപ്പോൾ ഹി പുൾഡ് എ ലോങ് ഫേസ്. ഓക്കെ, അതാണ് അവിടെ വരുന്നത്. ആൻഡ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ, ഒരു വശത്തിൽ നിന്ന് അടുത്ത വശത്തേക്ക്. ടു ആൻഡ് ഫ്രോ ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. ഈ ഡിറക്ഷനിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റായി ഈ ഡിറക്ഷനിലോട്ട് പോകുക. നമ്മൾ ചിലരൊക്കെ പഠിക്കുമ്പോൾ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന്, അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന്, അങ്ങനെ പഠിക്കാറുണ്ടല്ലോ, അങ്ങനെ ആലോചിക്കാം. യാർഡ്സ് ആൻഡ് യാർഡ്സ്. നമ്മുടെ ടൊവിനോട് ഒരു ഫിലിം ഉണ്ട്, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ദൂരമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യാർഡ്സ് ആൻഡ് യാർഡ്സ് അതേപോലെ തന്നെ എന്താ, ഒരു ദൂരം അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് അല്ല, ഇവിടെ ഒരുപാടുള്ള ആ ഒരു പ്ലെന്റിനെസ്, പ്ലെന്റി, ഒരുപാട്, അതാണ് ഇവിടെ യാർഡ്സ് ആൻഡ് യാർഡ്സ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൺ ആൻഡ് ഓഫ്.
ഓൺ ആൻഡ് ഓഫ്, അതായത് വെരി ഓഫൻ, എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. ഹിസ് ഐഡിയ ഇസ് ലൈക്ക് ഓൺ ആൻഡ് ഓഫ് മെഷീൻ. അവൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത് എന്താ, എപ്പോഴും ഇങ്ങനെ ഓഫൺ ആയിട്ട് എപ്പോഴും ഇങ്ങനെ അവൻ ഐഡിയാസ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവിടെ ഓൺ ആൻഡ് ഓഫ്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കാണും ഓരോ ബിസിനസ് ഐഡിയാസ് വന്ന് പറയുന്ന, വാ നമുക്കൊരു ചായക്കട തുടങ്ങാം, വാ നമുക്കൊരു അത് തുടങ്ങാം ഇത് തുടങ്ങാം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ ഐഡിയാസ് ഇസ് ഓൾവേസ് ഓൺ ആൻഡ് ഓഫ്. അടുത്തത് ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ. ഇൻ ദ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ എന്ന് പറയുന്നത് മറ്റേ ചതിക്കാത്ത ചന്തു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിനകത്ത് ഒരു പാട്ടിൻ്റെ ഇടയിൽ ഒരു സീന് നമ്മുടെ റെമോ പറയുന്നുണ്ട്, എന്താണ്, ഒരു ആൾ ജനിക്കാൻ വേണ്ടി ഇത്രയും സമയം മതി, പക്ഷെ ഇഷ്ടപ്പെടാനോ അതിൻ്റെ പകുതി മതി. അപ്പോൾ ഇവിടെ എന്താണ്, അറ്റ് വൺസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി, ഇൻസ്റ്റൻ്റ്ലി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ, ഒരു കണ്ണ് ചിമ്മുന്ന ഒരു സമയം, അതാണ് അവിടെ ആ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ്, ആ ഒരു ഷോർട്ട് ടൈം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഹൈ ആൻഡ് ലോ. ഹൈ ആൻഡ് ലോ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളത്, എവ്രിവെയർ. ഹൈയിലും ലോയിലും എല്ലായിടത്തും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, എവ്രിവെയർ അല്ലെങ്കിൽ ഹൈ ആൻഡ് ലോ. ദ ഓൾമൈറ്റി ഈസ് പ്രസന്റ് ഇൻ ഹൈ ആൻഡ് ലോ. ദൈവം എല്ലായിടത്തും ഉണ്ടെന്ന് നമുക്കറിയാം, അതാണ് അവിടെ ഹൈ ആൻഡ് ലോ. ആൻഡ് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇത്രയും പഠിപ്പിച്ചു കഴിഞ്ഞു. ആൻഡ് ഐ എം കോളിംഗ് ഇറ്റ് എ ഡേ. ആൻഡ് എന്താ പറയുക, ഞാനിത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവാണ്, ബിക്കോസ് ഐ എം സോ ടയേർഡ്. അപ്പോൾ ആ ഒരു എന്താണ്, ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്ന ആ ഒരു വർക്കിനെ സ്റ്റോപ്പ് ചെയ്യുക. ടു സ്റ്റോപ്പ് വർക്കാണ് എന്ത് പറയുന്നത്, ടു കോൾ ഇറ്റ് എ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ ഇഡിയംസും പഠിക്കുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത് ഓരോ കഥകൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓരോ സിനിമകൾ, അതിലെ ഡയലോഗ്സ് നമുക്ക് ഓർമ്മ വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെ പഠിക്കാം. നമ്മുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ചേർത്ത് നമുക്ക് പഠിക്കാം. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇഡിയംസ് പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ഒരുപാട് ഇഡിയംസ് ഇങ്ങനെ പഠിക്കുകയും ചെയ്യും, അത് ഒരിക്കലും നമ്മുടെ മൈൻഡിൽ നിന്ന് പോവുകയും ചെയ്യില്ല. ആൻഡ് മാത്രമല്ല, ഒരു കാര്യം ഇങ്ങനെ ഓർത്തിട്ട് അത് അങ്ങനെ വിട്ട് കളയരുത്. നമ്മൾ അതിനെ വീണ്ടും 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 പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് തലയിലിരിക്കുള്ളൂ. ഒരു സിനിമ ഒരു തവണ കണ്ടാൽ അതിൻ്റെ ഡയലോഗ് ഓർമ്മയിരിക്കോ? ഇല്ല. നമ്മൾ 2-3 തവണ കാണുമ്പോഴാണ് അതിൻ്റെ ഡയലോഗ്സ് നമ്മുടെ തലയിലിരിക്കുക. അതുപോലെ തന്നെയാണ് ഇഡിയംസ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇങ്ങനെ കുറേ ഇഡിയംസ് പ്രാക്ടീസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ ക്ലാസ്.